അപ്പോൾ ഗ്ലോബൽ ടൈംസ് ചൈനയുടെ സർക്കാരിൻ്റെ തന്നെ പ്രധാനപ്പെട്ട മീഡിയ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടാണ് ചൈന ഈസ് ഓൾസോ വില്ലിംഗ് ടു ക്യാരി ഔട്ട് ട്രൈലാറ്ററൽ കോപ്പറേഷൻ ബിറ്റ്വീൻ ചൈന, ഇന്ത്യ ആൻഡ് മാൽദീവ്സ്. ന്യൂഡൽഹി ഷുഡ് സ്റ്റേ മോർ ഓപ്പൺ മൈൻഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ. ഇതിൻ്റെ ഒരു സീറോ സം ഗെയിം എന്ന രീതിയിലാണ് ഇപ്പോൾ ചൈന നോക്കിക്കാണുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കൂ, നേരത്തെ ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ട് മുമ്പ് വരെയെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ എന്ന നിലയിലായിരുന്നു ബ്രാക്കറ്റിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ചൈന എന്നുള്ള നിലയിലാണ്. ആ നിലയിലുള്ള ഒരു ശക്തി ഇന്ത്യ സ്വരൂപിച്ചെടുത്തു. മാത്രമല്ല പാകിസ്ഥാനെയും ചൈനയും കമ്പയർ ചെയ്യാനേ കഴിയാത്ത വിധത്തിലുള്ള ശക്തികളാണല്ലോ. പാകിസ്ഥാൻ ഒരിക്കലും ഒരു നാവികസേനയുടെ അല്ലെങ്കിൽ മാലിദ്വീപ്സിന്റെ പുറത്തോ ശ്രീലങ്കയുടെ പുറത്തോ ഒരു ആധിപത്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല. അത്രയും വലിയൊരു നാവികസേന പോയിട്ട് ഇന്ത്യയുടെ 10-1 പോലും നാവികശേഷി ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ ചൈന അങ്ങനെയല്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ വളർച്ച മാത്രമല്ല, ഇന്ത്യ ആ നിലയിൽ ഇപ്പോൾ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അതിൻ്റെ വിദേശ നയം മാറ്റിയിരിക്കുന്നു. മുമ്പ് ചേരിചേരാ നയമാണ്. ഇന്ന് ഇന്ത്യ ഒരു അമേരിക്കൻ പക്ഷപാതിത്വമുള്ള രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ അമേരിക്ക മാത്രമല്ല, ഇതിന് ചൈനയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ സാർക്ക് രാജ്യങ്ങളിൽ ചൈന സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നതുപോലെ തന്നെ ഇന്ത്യ ചൈനയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈന ശത്രുക്കളെ കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ G20 ആ കാര്യത്തിലൊരു വലിയ നാഴികക്കല്ലായിരുന്നു. ഇന്ത്യ ഒരു സോഫ്റ്റ് പവേഴ്സിൻ്റെ ശക്തിയായിട്ട്, സൗത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട്, ലീഡറായിട്ട് മാറുന്നു എന്നതാണ്. ആഫ്രിക്കൻ യൂണിയന് G20 അംഗത്വം കൊടുക്കാൻ വേണ്ടി ഒരു രാജ്യം ഇടപെട്ട് ഫലം കാണുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ സ്ട്രാറ്റജിക്കലി അപ്പോൾ ചൈനയുടെ മുൻപിലുള്ള വഴി മാൽദീവ്സ്, ഭൂട്ടാൻ, ശ്രീലങ്ക ഈ രാജ്യങ്ങൾക്കൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ അവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായ സ്ട്രാറ്റജി. ഇതിൽ ഒരു കാര്യം കൂടി, നരേന്ദ്രമോദിയെ പറയുമ്പോൾ നമുക്ക് വിശദമായി തന്നെ മിഡ് എഡിറ്റേഴ്സിൽ ചർച്ച ചെയ്യാം. നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള ഈ ഒരു ട്രേഡ്, ഇന്ത്യ മാൽദീവ്സ് ട്രേഡ്, അത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇറ്റ് ഹാസ് ഗ്രോൺ ബൈ 4 times. അത്രയും ഗ്രോത്ത് ട്രേഡ് റിലേഷൻഷിപ്പിൽ 4 ഇരട്ടിയാണ് അതിൽ വർധനയുണ്ടായിരിക്കുന്നത്. അത്രയും സ്ട്രാറ്റജിക് പാർട്ണറായി നിൽക്കേണ്ട ഒന്നിനെയാണ് വെറുപ്പിക്കുന്ന തരത്തിൽ വിദ്വേഷ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതിനൊരു സസ്പെൻഷൻ മതിയോ? പറഞ്ഞതുപോലെ ഇതിൽ മാലിദ്വീപ്സിനാണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നത്, ഇന്ത്യക്കല്ല. ഇന്ത്യക്ക് അത് ഗുണകരമേ ഉണ്ടാവും. ആഭ്യന്തര ടൂറിസത്തിൽ ചൈനയുമായി കൂടുതൽ സഹകരിക്കുന്നത് ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ വളരെ ചെറിയ ഭാവിയിൽ ഒരുപക്ഷെ മാലദ്വീപിന് ഗുണം ചെയ്തേക്കാമെങ്കിൽ പോലും മാലദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇല്ലാതെ മുന്നോട്ട് പോകാനാകില്ല. മാത്രവുമല്ല, ഈ മാലിദ്വീപ്സിന്റെ വരുമാനം എന്താണ്? പ്രധാനപ്പെട്ട 2 സോഴ്സ് ഓഫ് ഇൻകം ടൂറിസം, മത്സ്യബന്ധനമാണ്, 2 ടൂറിസമാണ്. അവർക്ക് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് പോലും തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജിനെയാണ് അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്, മാലിദ്വീപ്സ് എന്നുള്ളത്. ആ ഘട്ടത്തിലാണ് മാലിദ്വീപ്സ് ഇന്ത്യയെ പിണക്കാൻ പോകുന്നത്. ഒരു കണക്ക് പറയുന്നത്, ഇക്കഴിഞ്ഞ നാളുകളിൽ ഒരു ദിവസം 2019 700 യാത്രക്കാരാണ് ചൈനയിലേക്ക് പറഞ്ഞതെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് പറഞ്ഞതെങ്കിൽ, അത് 2023 ആകുമ്പോഴേക്കും 12,000 യാത്രക്കാരായിട്ട് മാറുന്നു. 12,000 യാത്രക്കാർ ഒരു ദിവസം മാലിദ്വീപ്സിലേക്ക് ഫ്ലൈ ചെയ്യുന്നു ഇന്ത്യയിൽ നിന്ന് എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അർത്ഥത്തിൽ വെറുപ്പിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇന്ത്യ സർക്കാരിനോടൊപ്പം തന്നെയാണ്. ഇന്ത്യ ആയിരുന്നു എപ്പോഴും മാലിക്ക് ഒരു ആവശ്യം വരുമ്പോൾ, അത് സുനാമി ആകട്ടെ ഏത് കാര്യത്തിലാകട്ടെ, ഫസ്റ്റ് റെസ്പോണ്ടർ ആയിരുന്നു എപ്പോഴും ഇന്ത്യ. അതാണ് ഇപ്പോൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു ചരിത്രപരമായിട്ടുള്ള മാലദ്വീപിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഒരു 50 വർഷത്തിന് ശേഷം ഈ രാജ്യം നിലനിൽക്കുമെന്ന് ശാസ്ത്രം പറയുന്നില്ല. കാരണം സമുദ്ര നിലയിൽ നിന്ന് താഴെ നിൽക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ 50 വർഷം കഴിഞ്ഞാൽ മാലദ്വീപ് തന്നെ, എനിക്ക് എൻ്റെ അറിവ് മുമ്പ് എപ്പോഴും വായിച്ചതാണ്, വേറെ ഏതോ ഒരു രാജ്യത്ത് ഒരു ഭൂവിഭാഗം വാങ്ങി പിൽക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പ്രകൃതിക്ഷോഭങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് സംബന്ധിച്ച് ആലോചിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തിനോട് ഇങ്ങനൊരു റിസ്ക് എടുക്കാൻ കഴിയുമോ എന്നുള്ളത് ആ രാജ്യമാണ് ചിന്തിക്കേണ്ടത്. എന്തായാലും അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് മാലിദ്വീപ്സ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.